ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതാണ് ആറ്റംബർഗിന്റെ പെഡസ്റ്റൽ ഫാൻ. അതാണ് നമ്മൾ അൺബോക്സിംഗ് ആയിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കണ്ടില്ലേ, വൈറ്റും യെല്ലോയും കൂടെ ചേർന്നുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിന്റെ കവറിന് വന്നിരിക്കുന്നത്. ആറ്റംബർഗ് നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലേ ബ്രാൻഡിനെ കുറിച്ച്. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു ബ്രാൻഡാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BLDC മോട്ടോർ വരുന്ന ഫാനുകളാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവും BLDC സൂപ്പർ എഫിഷ്യൻസി ആണ് അവർ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സൂപ്പർ എഫിഷ്യൻ്റ് ആണ് ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ടയിൽ ബട്ടൺസ് വരുന്നുണ്ട്, റിമോട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്, ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ABS പ്ലാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഡ്യുവൽ യൂസ് ആണ് പറയുന്നത്. നമുക്ക് പെഡസ്റ്റൽ ഫാനായിട്ടും ടേബിൾ ഫാനായിട്ടും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹയസ്റ്റ് റേറ്റിംഗ് ആൻഡ് റിവ്യൂ ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈനിലാണ് ഇത് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ IIT ബോംബെ അലൂമിനി വെഞ്ചറിന് കൊടുക്കുന്നുണ്ട്. ഓവർ 1 മില്യൺ യൂസേഴ്സ്, അത്രയുമാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അതിന് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി കാർഡ്. ഇതിനകത്ത് 1 ഇയർ വാറണ്ടി എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ബാക്കി നമ്മൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷം കൂടെ കിട്ടുന്നത്. ഇതതിൻ്റെ ഔട്ടർ കവർ, ഔട്ടർ ഗ്രില്ലും അതിൻ്റെ ലീഫും എല്ലാം ഇതിൽ തന്നെ വരുന്നത്. ഇതാണ് അതിൻ്റെ മിഡിൽ സ്റ്റിക്ക് വരുന്നത്. ഇതതിൻ്റെ ബേസ്, അതിൻ്റെ ചെറിയ വേറൊരു പീസ്. എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മൾ ടേബിൾ ഫാൻ ആക്കുമ്പോൾ അത് വെക്കണം ഞാൻ തോന്നുന്നു. ഇതാണ് അതിൻ്റെ മോട്ടർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കെന്ന് പറഞ്ഞാൽ റിമോട്ട് വിത്ത് ബാറ്ററി തന്നെ ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കുള്ളൊരു റിമോട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആമസോണിന്റെ ബില്ലും. ഇനി നമുക്ക് ഇതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ സ്ഥലത്തിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് ഇതൊരു ടേബിൾ ഫാനായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു വെട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇവിടെ ഇതിനകത്തും ചെറിയൊരു വെട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കറക്റ്റായിട്ട് ലോക്ക് ആവുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ പെഡസ്റ്റൽ ഫാൻ ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെറിയ സ്ക്രൂ ഉണ്ട്, അത് ലൂസ് ചെയ്ത് കൊടുക്കുക, ഉരിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. ബാക്കിൽ സ്ക്രൂ ഇട്ട് മുക്കി കൊടുക്കുക. ആദ്യം നമുക്ക് നമ്മുടെ അകത്തെ ഗ്രില്ല് ഇട്ട് കൊടുക്കണം. എന്നിട്ട് താണ്ട് ഇവിടെ 3 പിന്ന് കണക്കുണ്ട്, അതിലേക്ക് ഹോൾ ഇറങ്ങാത്തക്ക വിധത്തിൽ വെച്ച് സെറ്റ് ചെയ്യുക. ഇതെല്ലാം നോർമലി നമ്മുടെ സാധാ ഫാൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഇതുപോലെ തന്നെയാണ്. ശേഷം അതിൻ്റെ ക്ലോക്ക് വൈസ് തിരിച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ ഫാനിൻ്റെ ലീഫ് അതിനകത്തേക്ക് കയറ്റുക. ശേഷം അതിൻ്റെ ലോക്ക്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. ജസ്റ്റ് ഇത് പിടിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ ഔട്ടർ ഗ്രില്ല് അവിടെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ. ഈ ലോക്ക് ഇങ്ങനെ ഊരിയതിന് ശേഷം നമ്മുടെ ലോഗോ നേരെ വരത്തക്ക വിധത്തിൽ വെച്ച് അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ക്ലിപ്പുകളെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിലൊരു ക്ലിപ്പുണ്ട്, അത് ഇട്ടതിന് ശേഷം അതിൻ്റെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. റിമോട്ട് എടുത്തിട്ട് നമുക്ക് പവർ ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ വേണ്ട 1-ലാണ് കിടക്കുന്നത്, കണ്ടില്ലേ? ചെറിയ രീതിയിലുള്ളൊരു കാറ്റ്, നോയ്സ് എന്ന് പറയുന്ന സംഭവമേ വരുന്നില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം. ഇപ്പം ഞാൻ എൻ്റെ സ്പീഡ് കൂട്ടുകയാണ്, 2-ലേക്ക് മാറ്റി. ഇപ്പോഴാണ് അത്യാവശ്യം ചെറിയൊരു എരപ്പ് പോലെയെങ്കിലും കേൾക്കാനായിട്ട് പറ്റുന്നത്. ഇതൊരിക്കലും മോട്ടറിൻ്റെ അല്ല, ഈ ലീഫ് ഇറങ്ങുന്നതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. നമുക്ക് സ്പീഡൊന്ന് കൂട്ടി നോക്കാം, 3-ലേക്ക് ആക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല എയർ ഫ്ലോ വന്നു തുടങ്ങി. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു എന്താ പറയുന്ന ഒരു ഇളം കാറ്റ് പോലെയൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത്. നമുക്ക് സ്പീഡ് മോഡ് 4-ലേക്ക് ഇടാം. ഇപ്പോൾ ഉണ്ടോ, അത്യാവശ്യം നല്ല കാറ്റാണ് അടിക്കുന്നത്.
ഇവിടെ തൊട്ടാണ് ഒരു പെഡസ്ട്രിയൽ ഫാനിൻ്റെ ആ ഒരു പെർഫോമൻസ് അത് തരുന്നത്. നമുക്ക് 5-ലേക്ക് ഇടാം. 5-ലേക്ക് ഇടുമ്പോൾ കണ്ടോ നല്ല സ്പീഡാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് സ്പീഡ്. നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടേക്ക് വന്നാൽ മോട്ടറിന് യാതൊരു നോയ്സും ഇല്ല. ഈ ലീഫ് കറങ്ങുന്ന സൗണ്ട് മാത്രമാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഫാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2-3 മാസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്കാണ്. കണ്ടില്ലേ, വളരെ സ്ലിം ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ ഫാനിന് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ വളരെ വലിയൊരു പോസിറ്റീവാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടറാണ്. BLDC മോട്ടറാണ് ഇത് വന്നിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ്റെ കാര്യം, ഇത് 35 വാട്ട്സാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഹൈ സ്പീഡിലാണ് ഇത് 35 വാട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 6 സ്പീഡ് മോഡുകളാണ് വരുന്നത്. അതിനകത്ത് 1, 2, 3, 4, 5, 6 ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് കറണ്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതിൻ്റെ മാക്സിമം സ്പീഡായി 6-ലെത്തുമ്പോൾ മാത്രമാണ് 35 വാട്ട്സ് യൂസ് ചെയ്യുന്നത്. 35 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓസിലേഷന് വേണ്ടി സെപ്പറേറ്റ് മോട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോട്ടറും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു 38 വാട്ട്സ് വരെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒത്തിരി പേര് ഓൺലൈനിൽ അതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് 38 വാട്ട്സ് വരെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും മറ്റുള്ള പെഡസ്റ്റൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് കറണ്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ 55 മുതൽ 75 വാട്ട്സ് വരെയാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം BLDC മോട്ടർ എന്ന് പറഞ്ഞാൽ വളരെ നോയ്സ് ഫ്രീ ആണല്ലേ. ഇത്തരത്തിൽ നോയ്സ് ഫ്രീ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ഇതിൽ വരുന്ന നോയ്സ് മാത്രമേ വരാറുള്ളൂ. എങ്കിലും പെഡസ്റ്റൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വളരെ നോയ്സ് കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഓസിലേഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു മോട്ടറാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസിലേഷൻ ഇടുന്ന സമയത്ത്, അതായത് സ്വിങ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്ട്രാ മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക നോയ്സ് വരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ഓസിലേഷൻ മോട്ടറിൻ്റെ ഒരു നോയ്സ് വരുന്നതെന്ന് പറഞ്ഞില്ല, അതൊന്ന് കേൾപ്പിച്ചു തരാം. ഒരു വൈഡർ ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഓസിലേഷനിലൂടെ. നല്ലൊരു ഏകദേശം ഒരു 180 ഡിഗ്രി വരെയൊക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്പീഡ് കൂട്ടുന്ന സമയത്ത് ഈ ഓസിലേഷൻ നോയ്സ് നമുക്ക് മറ്റിൻ്റെ ആ നോയ്സ് ഉണ്ടായതുകൊണ്ട് അറിയാൻ പറ്റില്ല. 3 തൊട്ടൊക്കെ നമുക്ക് ആ ഓസിലേഷൻ്റെ നോയ്സ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ഈ ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഇടുമ്പോഴാണ് നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത്. എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫാനിന് എന്തായാലും ഈ ഒരു നോയ്സ് ഉണ്ട്. സ്പീഡ് മോഡ് എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് മോഡുകളാണ് വരുന്നത്. അതിനകത്ത് ലോ സ്പീഡിലൊക്കെ ഇട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം. കാരണം 1, 2 ഇടുന്ന സമയത്ത് ഫാനിന് അത്ര നോയ്സ് ഒന്നുമില്ല. 1-ലിട്ട ഫാൻ ഇട്ടിട്ടുണ്ടെന്ന് പോലും അങ്ങനെ അറിയാൻ പറ്റില്ല. 3 തൊട്ട് മേലോട്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡാണ്, നല്ല കാറ്റും വരുന്നുണ്ട്. എനിക്ക് അധികം കാറ്റൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. എന്ന് വെച്ചാൽ ഫാനിൻ്റെ കാറ്റ് അധിക നേരം കൊണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ഈ 1, 2, 3 എന്ന് പറയുന്ന സ്പീഡ് മോഡുകൾ മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. 4, 5, 6 എന്ന് പറയുന്ന സ്പീഡ് മോഡ് എന്ന് പറഞ്ഞാൽ സാധാ പെഡസ്റ്റൽ ഫാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേ ഒരു കേപ്പബിലിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പല റിവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ആ സ്പീഡ് എയർ ഫ്ലോയിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നതായിട്ട്. പക്ഷേ എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്ത ഒരു പെഡസ്റ്റൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അതിനേക്കാൾ എയർ ഫ്ലോ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്പീഡും അതുപോലെ തന്നെയാണ്. 4, 5, 6 സ്പീഡ് എന്ന് പറയുന്നത് സാധാ പെഡസ്റ്റൽ ഫാനിൻ്റെ 1, 2, 3 നമ്മൾ അതേ സ്പീഡ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അതേ എയർ ഫ്ലോ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഇതിനകത്തൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു LED ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്പീഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കത് കാണാൻ പറ്റും. അതുമാത്രമല്ല ഇത് ടൈമർ ഫെസിലിറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന രീതിയിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അത് 1 മുതൽ 9 മണിക്കൂർ വരെയാണ് നമുക്കിത് സെറ്റ് ചെയ്തിടാൻ പറ്റുന്നത്. ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓഫ് ആവും. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കിനി ടൈമർ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതുകൊണ്ട് ഇതാണ് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ. ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് 0 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ. നമ്മൾ ഓരോ വട്ടം പ്രസ് ചെയ്യുമ്പോഴേ ഇത് വാല്യൂ കൂടി വരും കണ്ടോ. ഇപ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, അങ്ങനെ 9 മണിക്കൂർ വരെയാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അത് 0ലേക്ക് വരും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം ഒരു റിമോട്ട് വരുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ. റിമോട്ട് വളരെ നല്ല റിമോട്ടാണ്. കാരണം നമുക്ക് കുറച്ച് ദൂരത്ത് നിന്ന് അടിച്ചാലും കിട്ടുന്നുണ്ട്. പക്ഷെ നേരെ വെച്ച് തന്നെ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഓഫായി കിടക്കുന്ന സമയത്താണെങ്കിൽ
നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്താൽ ആ ഫംഗ്ഷൻ വർക്കാവില്ല. നമ്മൾ ആദ്യ വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവും, എന്നിട്ട് നമ്മൾ അടുത്ത പ്രസ്സിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രസ്സിൽ തന്നെ അത് വർക്കാവുന്നതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ടോപ്പിൽ സാധാ ഫാനിലേക്ക് ഇവിടെ ആയിട്ടല്ലേ അതിൻ്റെ ബട്ടൺസ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിലാണ് ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്, ഈ ഭാഗത്തായിട്ടാണ് ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. എങ്കിലും അത് പ്രസ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. ആ ബട്ടൺസ് കുറച്ച് ഹാർഡാണ് പ്രസ് ചെയ്യാനായിട്ട്. അത്തരത്തിലൊരു നെഗറ്റീവായിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ ഇതിൻ്റെ വളരെ വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഏകദേശം ഒരു 12 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇതിനകത്ത് വന്നിട്ടില്ല. സാധാ ഫാനൊക്കെ നമ്മളൊരു 1 മണിക്കൂർ യൂസ് ചെയ്താൽ പോലും നല്ല ഹീറ്റ് ആവുന്ന കണ്ടിട്ടുണ്ട്. ഇതൊരു 12 മണിക്കൂർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലോ ഇതിൻ്റെ എവിടെ തൊട്ട് നോക്കിയാലും ഒരു ഹീറ്റിംഗ് ഇഷ്യൂ, എപ്പോഴും കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെയും. പിന്നെ ഇതിൻ്റെ വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ടേബിൾ ഫാനായിട്ടും പെഡസ്റ്റൽ ഫാനായിട്ടും യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൽ വരുന്നത് 2 സ്റ്റിക്കുകളാണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അല്ലാതെ മറ്റേ ടിൽറ്റ് ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട്, നമുക്കിങ്ങനെ മുകളിലേക്കും താഴേക്കും എല്ലാം ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതാണ് ഇതിൻ്റെ പോരായ്മ. നമുക്ക് പെഡസ്റ്റൽ ഫാൻ ടേബിൾ ഫാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സാധാ പെഡസ്റ്റൽ ഫാനൊക്കെ നമുക്കിങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതിൽ അങ്ങനെ വരുന്നില്ല. ഇതിൽ 2 സ്റ്റിക്കുകൾ മാത്രമാണ് വരുന്നത്. ഒന്ന് പെഡസ്റ്റൽ ഫാൻ്റെ സ്റ്റിക്കും ഒന്ന് ടേബിൾ ഫാൻ്റെ സ്റ്റിക്കും. അത് ഇട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പോരായ്മയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലാണ്. നമുക്ക് മറ്റ് ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ ഈസിയാണ്, എങ്കിലും ഇത് നമ്മൾ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ കുറച്ച് ഒരു ക്ലിപ്പ് കണക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് ആയി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പല റിവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട് കറണ്ട് പോയി കഴിയുമ്പോൾ ഇത് പിന്നെ തനിയെ ഓൺ ആവില്ല എന്നുള്ളത്. അത് പഴയ മോഡലുകൾക്കായിരുന്നു. ഇപ്പോൾ വരുന്ന മോഡലുകളെല്ലാം കറണ്ട് പോയാലും കറണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വർക്ക് ആവുന്നു. നേരത്തെ മോഡലുകൾ നമ്മൾ എപ്പോഴും ഓൺ ചെയ്യണം എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയൊന്നും ഇപ്പോഴത്തെ മോഡലുകൾക്കൊന്നുമില്ല. അത് അവർ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ്. ഏകദേശം 4680 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ സ്വിങ് ഇല്ലാത്തൊരു മോഡൽ ഉണ്ടായിരുന്നു, അതിന് ഒരു 3000 സംതിങ് ഉണ്ടായിരുന്നു പ്രൈസ്. ഞാൻ പക്ഷേ സ്വിങ് ഉള്ളതാണ് മേടിച്ചത്. ഒരു 1000 രൂപയോളം ഡിഫറൻസ് ഉണ്ട് സ്വിങ് വരുന്നതും ഇല്ലാത്തതും തമ്മിലായിട്ട്. ഇപ്പോൾ അവരുടെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട്, അതിന് 4200 സംതിങ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ടോപ്പിലുള്ള ബട്ടൺസൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ഈ ഡിസ്പ്ലേയുടെ താഴെ തന്നെയാണ് ഒരു ബട്ടൺസ് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. ഒരു ടച്ച് ബട്ടനാണെന്ന് തോന്നുന്നു, അത്തരത്തിൽ കൊടുത്തേക്കെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതിൽ പോയി വാങ്ങുക. ആമസോണിലെ ലിങ്കാണ്. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ പുതിയ മോഡൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫാൻ ഉപയോഗിച്ചതിൽ. അതായത് എൻ്റെ ആവശ്യത്തിന്. കാരണം ഞാൻ കമ്പ്യൂട്ടർ എടുത്തിരുന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ 1, 2 എന്ന് പറയുന്ന സ്പീഡ് മോഡുകളാണ്. കൂടിപ്പോയാൽ 3, ഇത്രയും വരെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരുപാട് റിവ്യൂവിൽ ഇതിൻ്റെ എയർ ഫ്ലോയിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പെഡസ്റ്റൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം തന്നെ അതിനേക്കാളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 4, 5, 6 എന്ന് പറയുന്ന സ്പീഡ് മോഡുകളിൽ. ആ സ്പീഡ് മോഡുകളിലാണ് യഥാർത്ഥത്തിൽ ഒരു പെഡസ്റ്റൽ ഫാനിൻ്റെ പെർഫോമൻസ് ഇത് തരുന്നത്. ഈ 1, 2, 3 എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാറ്റാണ്. 1 എന്ന് പറഞ്ഞാൽ ഫാൻ ഇട്ടിട്ടുണ്ടെന്ന്, ഓസിലേഷൻ ഓഫ് ആണെങ്കിൽ ഫാൻ ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല, അത്രത്തോളം സൈലൻ്റ് ആണ്. 2, 3ന് ശേഷമാണ് ഇതിനകത്ത് കുറച്ചെങ്കിലും നോയ്സ് വരുന്നത്. അത് മറ്റുള്ള സാധാ മോട്ടറുള്ള ഫാനുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നോയ്സ് ഫ്രീ ആണ്, കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ഈ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.